ബഹിരാകാശത്ത് ഒരു വൻ സ്ഫോടനത്തിന് വഴിയൊരുങ്ങുന്നതായി ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ ലക്ഷ്യമാക്കി ബഹിരാകാശത്തു നിന്ന് ഒരു ഭീമൻ പാറ കിലോമീറ്ററുകളുടെ വേഗത്തിൽ പാഞ്ഞെടുക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. YR4 എന്ന് പേരിട്ടിരിക്കുന്ന 60 മീറ്റർ വീതിയുള്ള ഈ ചിഹ്നഗ്രഹം 2032 ഡിസംബർ 22 ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഇത് ഭൂമിയിലിടിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പുതിയ കണ്ടെത്തലുകൾ പ്രകാരം ചന്ദ്രനാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് സൂചന. 2026 ഫെബ്രുവരിയിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി നടത്തുന്ന നിരീക്ഷണങ്ങൾക്കു ശേഷം ഈ കൂട്ടിയിടി സാധ്യത 30% മുകളിൽ ഉയർന്നേക്കാമെന്നും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഒരു കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിച്ചാൽ മനുഷ്യചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഘാതമായിരിക്കും സംഭവിക്കുക. സ്ഫോടനത്തിന്റെ ഫലമായി ചന്ദ്രനിൽ ഏകദേശം 1 കിലോമീറ്റർ വീതിയുള്ള വമ്പൻ ഗർത്തം രൂപപ്പെടുമെന്നും പഠനങ്ങൾ പറയുന്നു. ആഘാതത്തിന് പിന്നാലെ ഉരുകിയ പാറകളിൽ നിന്ന് മണിക്കൂറുകളോളം ഇൻഫ്രാറെഡ് ആഫ്റ്റർ ഗ്ലോ നിലനിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഭയാനകമായ കൂട്ടിയിടി ഭൂമിയിലുള്ളവർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. സ്ഫോടന സമയത്ത് ശുക്രനെ പോലെ തിളക്കമുള്ള ഒരു ഒപ്റ്റിക്കൽ ഫ്ലാഷ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും അത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്തേക്കാം. കൂട്ടിയിടിയെ തുടർന്ന് ചന്ദ്രനിൽ നിന്ന് തെറിക്കുന്ന അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് ഒരു ഉൽക്കാവർഷത്തിന് തന്നെ കാരണമായേക്കും. ഇത് ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്കും മറ്റ് ബഹിരാകാശ നിലയങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിയേക്കാമെന്നും ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നു. ഈ മഹാവിപത്തിനെ നേരിടാൻ ചിഹ്നഗ്രഹത്തിന്റെ പാതയിൽ ആണവ ബോംബ് പൊട്ടിത്തെറിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അതീവ സങ്കീർണമായ മാർഗങ്ങൾ അവലംബിക്കാനാകുമോ എന്ന ആലോചനയിലാണ് നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തെക്കുറിച്ചടക്കം നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഫെബ്രുവരി 18, 26 തീയതികളിൽ പ്രത്യേക നിരീക്ഷണ വിൻഡോകൾ തുറന്നുവയ്ക്കും. ആസ്റ്ററോയിഡ് 2024 YR4 ചന്ദ്രനിലിടിച്ചാൽ 10,000 ടൺ അവശിഷ്ടമാകും ബഹിരാകാശത്തേക്ക് എത്താൻ പോകുന്നത്. ഇതിൽ 30% ഒരു ചോർപ്പിലൂടെ എന്ന പോലെ ഭൂമിയിൽ പതിച്ചേക്കാനും സാധ്യതയുണ്ട്. ഈ ചിഹ്നഗ്രഹം മണിക്കൂറിൽ 29,000 മൈൽ വേഗത്തിലാണ് ചന്ദ്രനിൽ ഇടിക്കുന്നതെങ്കിൽ ഹിരോഷിമയിലിട്ട ആറ്റം ബോംബിന്റെ 500 മടങ്ങ് പ്രഹരശേഷി ഉണ്ടാകുമെന്നും 10,000 കണക്കിന് പാറക്കഷ്ണങ്ങൾ ഉതിർന്നു വീഴുമെന്നും പറയുന്നു. ഇതിൽ 10 മുതൽ 30% വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണം വലിച്ചെടുത്തേക്കാമെന്നാണ് ശാസ്ത്രലോകത്തെ ഭയപ്പെടുത്തുന്നത്.